പുള്ളി കാടൊക്കെ ഇടിച്ച് പൊളിച്ചിട്ട് പോയിട്ടുണ്ട്. എന്താവോ എന്തോ. എല്ലാവർക്കും നമസ്കാരം. വിൻറ്റേജ് വീടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് മൂലമറ്റം ബസ് സ്റ്റേഷൻ്റെ അടുത്താണ്. ഒരു ഓഫ് റോഡ് റൈഡാണ് പ്ലാൻ ചെയ്തേക്കുന്നത് Irfan.trails ആയിട്ട്. കാരണം Irfan.trailsൻ്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സ്റ്റോറിയിലൂടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നൊരു ദിവസം ഇർഫാൻ്റെ ഒപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യണ ഒരു ആഗ്രഹത്തോടെ വന്നേക്കാണ്. അപ്പോൾ ഇർഫാൻ റെഡിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇർഫാൻ പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇർഫാനോട് ചോദിക്കാം. ഇർഫാൻ നമ്മളെവിടെയാണോ പോണ? നമ്മൾ വാഗമൺ സൈഡിലേക്കാണ് പോകുന്നത്. അത് നോർമൽ റൂട്ടിൽ കൂടെ അല്ല ഇപ്പോൾ പോകുന്നത്. മൂലമറ്റത്തുനിന്ന് 2-3 വഴികളുണ്ട് വാഗമണിലേക്ക് പോകാൻ. നമ്മളൊരു ചെറിയൊരു അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് കയറി ഉളുപ്പുണി വഴിയാണ് നമ്മൾ വാഗമണിലേക്ക് ഇപ്പോൾ കയറാൻ പോകുന്നത്. ഇവിടുന്ന് ട്രയൽസ് അങ്ങനെ തുടങ്ങാണ്. റോഡ് മോശമായതുകൊണ്ട് ഇവിടുത്തെ ട്രയൽസ് ചെയ്യാൻ പറയാണ്. മെയിനായിട്ടുള്ള ഓഫ് റോഡ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാല്ലേ? ഓക്കെ ഓക്കെ. സ്ലിപ്പാണോ? വണ്ടിയുടെ ചെയിൻ സ്പോക്കറ്റ് ചെറുതായിട്ടല്ല, നമുക്ക് വരുമ്പോൾ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കയറ്റം കയറും തോറും ചെയിൻ സ്പോക്കറ്റിൻ്റെ അവസ്ഥ മോശമെന്നാണ്. അത് മാറ്റിയിട്ട് വന്നായിരുന്നു. എന്തായാലും നോക്കാം, വന്നെടുത്ത് വെച്ച് കാണാം. ഇന്നലെ രാത്രി പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത റൈഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ്റ്റി ഗിയർസൊന്നും സംഘടിപ്പിച്ച് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വഴിയൊക്കെ ഭയങ്കര സൂപ്പറാണ്. നോക്കി കണ്ട് ഓടിച്ചില്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇല്ല കാലേ വണ്ടി നോക്ക് കാലാണ്. പെട്രോളും പോണ്ട്. കുഴപ്പമില്ല. ഞാൻ കയറി പോയതാണ്. ബ്രേക്ക് ബ്രേക്ക് വേണ്ടേ? കുഴപ്പമില്ല. നീ എന്താ ഹെൽമെറ്റ് താഴ്ത്താ? ഉണ്ടായിരുന്നല്ലോ. ആണോ? കയ്യോ പോയിട്ടുണ്ട്. ഇത് ഫ്രണ്ട്സ്, അപ്പം നമ്മളൊരു നല്ലൊരു വീഴ്ചയൊക്കെ ഇവിടെ ഉളുപ്പുണി ടോപ്പ് എത്തിയിട്ടുണ്ട്. സൈലൻസറും ബ്രേക്ക് ലിവർക്ക് ഒരു ചെറിയ ബെൻഡൊക്കെ ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ തന്നെ വീണേക്കുന്നത്. നല്ല ക്ലൈമറ്റാണ്, നല്ല സ്ഥലമാണ്. ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇത്തിരി മൂത്രമൊഴിക്കാൻ കേട്ടോ. റൈറ്റാണ്. ഇങ്ങോട്ട്
ബുള്ളറ്റ് ഇറക്കണ്ട വെള്ളം കയറും. ഈ ഫ്രണ്ട് ഇതിലാണ് കല്ലുങ്ങളൊക്കെ ഉണ്ട്, വലിയ ആഴമൊന്നുമില്ല. അത് കുഴപ്പമില്ല, ഇതിവിടെ മാത്രമേ ഉള്ളൂ. പോയിക്കാൻ അങ്ങോട്ട്. ഒഴുക്ക് കൂടുതലാണോ? പോവരുതേ, ഒന്നിങ്ങോട്ട് വാ. ഇവിടെ സപ്പോർട്ട് വേണം, ഇവിടെ വന്നെ സപ്പോർട്ട് വേണം. വണ്ടി പോയാൽ പിടിക്കാൻ ഇവിടെ വന്നു. ഫ്രണ്ട്സ്, അപ്പം നമുക്കൊരു റിവർ ക്രോസിങ് കിട്ടിയിട്ടുണ്ട്. അപ്പുറം ഒരു ട്രൈബൽ ഏരിയ ആണ്. എൻ്റെ വണ്ടി ഇറക്കാൻ പറ്റില്ല, കാരണം വെള്ളം നല്ല ഹൈറ്റിലാണ് ഉള്ളത്. ഇത് റാലി കിറ്റ് കയറ്റിയ വണ്ടി ആയതുകൊണ്ട് തന്നെ എക്സ്പൾസ് കുറച്ചുകൂടെ സേഫാണ്. നമുക്ക് വെള്ളത്തിൽ നിന്നും സൈലൻസറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ടയറില്ലാത്തോണ്ട് സ്ലാക്കാ. ഏറ്റവും ഞാൻ നമുക്ക് ഈ റൂട്ട് എന്തോരുണ്ടെന്ന് നോക്കാം. ഇതിലേക്ക് ആരൊക്കെയോ പോയിട്ടുണ്ടോ? അപ്പം നമ്മൾ പോയില്ലല്ലോ. പുള്ളി ഭാഗം പോസ്റ്റ് വയ്ക്കും, എന്നാലും ശരിയില്ല. വെള്ളം നല്ല ആഴത്തിലാണ്. വെള്ളം ആഴത്തിലായതുകൊണ്ട് ബുള്ളറ്റ് പെട്ടെന്ന് കയറ്റാൻ പറ്റില്ല. ബുള്ളറ്റ് കയറ്റാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് പോകായിരുന്നു. നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് അവിടെ എത്തി. അപ്പോൾ ഇർഫാൻ പോയിട്ട് വന്നേരം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. മക്കുവള്ളിയിലെ സെയിം ഫീല്. ആന ഉണ്ടാവും, ആന ഉണ്ടെങ്കിൽ ഞാൻ പെട്ടു. ആന റേഞ്ച് കിട്ടിയാൽ മതിയായിരുന്നു. പാടുണ്ട്, ട്രാക്ക് ഉണ്ട്, അപ്പോൾ ഇതിൽ എന്തൊക്കെ വണ്ടി പോകുന്നുണ്ട്. പക്ഷെ ഓരോരോ ജീപ്പ് പോണില്ല എന്ന് പറയും. അയ്യോ, ലെഫ്റ്റാ റൈറ്റാ? ലെഫ്റ്റ് പോയി നോക്കാം. ചേട്ടോ ഇതെങ്ങോട്ടായി വഴി? വഴി അവിടെ ബ്ലോക്കായി കിടക്കുമായിരുന്നു. അടച്ചിട്ട് പോകാൻ പറ്റിയല്ലേ? അടച്ചിട്ടതല്ല, വഴി പോയതാ. എന്താ ഇടിഞ്ഞു പോയാ? ഇടിഞ്ഞു പോയതല്ല, മൊത്തം ബൈക്കിൽ നിന്ന് കയറി പോവുകയാണ്. പിന്നെ ഇങ്ങോട്ടാ? ഇങ്ങോട്ട് 5-6 വീടുകളിലോട്ട് മാത്രമേ ഇങ്ങോട്ട് പോരുന്നുള്ളൂ. അപ്പൊ അങ്ങോട്ടൊരു വഴി കണ്ടില്ലേ? ഇവിടുന്ന് ഈ ജംഗ്ഷൻ ഇവിടെ ഇപ്പുറത്തുനിന്ന് ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്ന് അങ്ങോട്ടൊക്കെ വഴി കാണണ്ടല്ലോ. അങ്ങോട്ട് വഴിയാണ് തുരങ്കത്തിലേക്ക് പോകുന്നത്. ഏത് തുരങ്കം? പുള്ളിക്കാനത്ത് നിന്ന് അതിലെ ഒരു 6 റോഡ് പോകുന്നുണ്ട്. ആ ആറ്റിലെ വെള്ളം കൊണ്ടുവന്ന് ചെറുതോണിയിലോട്ട് കൊണ്ടുവന്ന് അടിക്കുക. ചെറുതോണിയാണ് ഇപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നത്. ചെറുതോണി പുഴയാണ് ഇങ്ങോട്ട് കടന്നു പോകുന്നത്? അല്ലെന്നേ, ഞാൻ ആ ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ എവിടെ ചൊല്ലും? അതായത് ചേട്ടന് മനസ്സിലായോ? ഇപ്പം പോയി നോക്കാനെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി പോവുകയില്ല. വെറുതെ വഴി കാണാലോ. എന്താ ചെളിയാണോ? ചെളിയല്ല, ഭയങ്കര കുഴിയായിപ്പോയി. കുഴിയാ? തൊട്ടപ്പുറത്ത് തന്നെയാണോ? പാലം കയറുമല്ലോ വണ്ടി. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്, നമുക്കൊന്ന് നോക്കാൻ കഴിയും. ഉളുപ്പുണിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട്. പൊളി. ഈ കയറ്റം കയറി പോയി കഴിഞ്ഞാൽ വഴി തീർന്നു.
ഉണ്ടോ? വഴി എന്ന് വെച്ചാൽ ട്രൈബൽസ് ഏരിയ. ആ, ഈ വഴി കയറി ഒരു 1.5 കിലോമീറ്റർ ഓടിക്കാനുണ്ട്. ചെല്ലുമ്പോഴത്തേക്കും ജീപ്പൊക്കെ പോണ റൂട്ടാണ്. ഇപ്പൊ ജീപ്പ് പോകുന്നില്ല, ഫുള്ള് സ്ലിപ്പായിട്ട് കിടക്കാണ്. ട്രൈബൽസിന്റെ ഏരിയ ആണോ അത്? ഒരു വഴിയുണ്ട്, അത് ഇതിൽ ഓണായിട്ടാണോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ കിട്ടും. ഒരു കാട് വഴി ഞാൻ കയറുന്നുണ്ട്, അതില് ട്രൈബൽസ്. ഇത് ഏതാ സ്ഥലം? കപ്പക്കാനോ അല്ലേ? ഇത് കപ്പക്കാന. കപ്പക്കാനല്ലേ ഏട്ടാ? ഓക്കെ ഓക്കെ. ഇത് ഈ വരുന്നത് നമ്മുടെ ഇതിന്റെ ഏതാണ് 5 രൂപയാ? ഉളുപ്പണി. ഈ വല്ല വെള്ളം എവിടെ നിന്ന് വെള്ളം ഉളുപ്പണിട്ടാണ്. ഓക്കെ. ഇടുക്കിന്ന് ഒരു ഡാമിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറയുന്നത് ഏത് ഡാമിലേക്ക്? ഇടുക്കിയിലേക്ക് പോകുന്നത്. ഗോപ്രോയിൽ എടുത്തുണ്ടോ? കുറച്ചുണ്ട്, കാരണം ഞാൻ എക്സൈറ്റ്മെന്റിൽ അങ്ങ് പോയി. അതെനിക്കറിയാലോ. ഫ്രണ്ട്സ്, എങ്ങടാ പോകണമെന്ന് അറിയില്ല, ഒരു പിടുത്തം കിട്ടണല്ല. കയറ് കൊട്ടിയ വട്ടം പോലെ എവിടെയൊക്കെ പോകുന്നുണ്ട്. ഒന്ന് റോഡുള്ള വഴി കാണിച്ചാലോ? നമ്മളിപ്പോ ഫുള്ള് വന്നേക്കണ ഓഫ് റോഡാണ്. അമ്മേ, കയറ്റം കയറില്ലല്ലോ. ചെയിൻ പോക്കറ്റ് പോയി. ചെയിൻ പോക്കറ്റിൻ്റെ അടിയാണ് കേട്ടോണ്ടിരിക്കണത്. അപ്പൊ ഈ ഒരു റൈഡോടെ ഒരുപാട് ഇതിലെ പോയ എവിടെ എത്തും? ആണോ? എവിടെയാണ് ഗേറ്റ് തുറന്നില്ല? ആശാന്തേ, അങ്ങനെ റോഡുള്ള വഴി എത്തി മക്കളെ. നമ്മളിപ്പോ വാഗമൺ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ റോഡുള്ള വഴിയാണ്. ഇനിയിപ്പോ ഫുഡ് കഴിച്ച് വീട്ടിൽ പോകണം. അയ്യോ, ബസ് റൂട്ടാണ്. അയ്യോ, ചെയിൻ സ്പോക്കിൻ്റെ അടിയാണ് കേട്ടോണ്ടിരിക്കണ. ചെയിൻ സ്പോക്കിന് മൊത്തം പോയിട്ടുണ്ട്. 2-3 പല്ല് പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി വണ്ടി സർവീസിന് എടുക്കുമ്പോൾ അറിയാം എന്താ ബാക്കി മിസ്റ്റേക്കണമെന്നുള്ളത്. ആദ്യം വീണ വീഴ്ച നല്ല വീഴ്ച വീണ്. ആദ്യം വീണ വീഴ്ചേ ഞാനിത് കുറേ ആയി മാറിയിട്ട്. പക്ഷെ ഇപ്പൊ പണിയിട്ടെന്ന് വിചാരിച്ചില്ല. അറിയാറ് എന്നാലും, കാരണം ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് വണ്ടി അധികം എടുത്തിട്ടില്ലേ. ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് വണ്ടി അധികം എടുത്തില്ല. എന്തായാലും മാറ്റാം, വണ്ടി എന്തായാലും സർവീസ് കൊടുക്കണം.
എനിക്കറിയില്ല. വാ. ഞാൻ ഒരു ട്രയൽസ് അടിച്ചിട്ട് തന്നെയാണോ? ആ അറിയോ? എടാ അവിടെ നിൽക്കുക. എന്നെ അറിയാവുന്ന അറിയിപ്പോ കാലത്താണല്ലോ എന്റെ പൊന്നി. അതല്ല എനിക്കൊരു ഫോട്ടോ എടുത്തോ കേറി നോക്കണം രാവിലെ. ഇതില് ഹാൻഡിൽ റൈസർ ഉണ്ടല്ലേ? പറയുമ്പോ ഞാനൊരു ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എവിടെയാണ് എത്തിയേക്കണ? പുള്ളിക്കാനത്താ. എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ്? എനിക്ക് ഈ കിറ്റില്ലാത്തോണ്ടേ നമുക്ക് ബുള്ളറ്റിൽ റാലി കിറ്റ് ചെയ്താലോ? റാലി കിറ്റ് ചെയ്യണം, എന്തായാലും ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പൾസ് നോട്ടം ഉണ്ട്. അടുത്ത ആഴ്ച വരില്ല? അടുത്ത ആഴ്ച എന്തായാലും വരും. എൻ്റെ വണ്ടി അതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ വർഷാപ്പിൽ പോകേണ്ടി വരും. അതിനുള്ളിൽ ഒരു രക്ഷയില്ലാത്ത അപ്പോൾ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വിന്റേജ് വീണ്ടും വരുന്നതാണ്. അതാണ് ഗായ്സ്, അതാണ്. ഓക്കെ.